ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു. ഇന്നത്തെ ദിവസം സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, അത്രയൊക്കെ ഉള്ളൂ. ചിലപ്പം ചീറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെ, ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വെയിറ്റ് ലോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ക്രിസ്മസിൻ്റെ അന്ന് കേക്ക് കഴിച്ചില്ല കേട്ടോ. ചിലപ്പോൾ ന്യൂ ഇയറിന് കഴിക്കാം, എന്തായാലും ക്രിസ്മസിന് ഞാൻ കേക്ക് കഴിച്ചിട്ടില്ല. ആ ഒരു ഇതുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ കേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, ഞാൻ കഴിച്ചില്ല. കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു, കഴിച്ചില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ക്രിസ്മസിൻ്റെ ദിവസത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ന്യൂ ഇയറിന് ചിലപ്പം കഴിക്കാം. അപ്പോൾ ഈ ദിവസം കഴിച്ചില്ലല്ലോ, നമ്മളെപ്പോഴായാലും ഒരു കേക്ക് കഴിക്കാതിരിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വെയിറ്റ് ലോസ് ഞാൻ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ചീറ്റ് എടുത്താലും ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ചീറ്റ് എടുക്കുന്നതൊക്കെ നോർമൽ ഒരു കാര്യമാണ്. കാര്യം ഈ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നും നമുക്ക് ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇച്ചിരി ഉഴപ്പാണ് കാര്യം. ഉഴപ്പല്ല, ജിമ്മിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് ഇന്ന് വേണം എനിക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പില്ലാതെ എങ്ങനെ ഡയറ്റ് എടുക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. അതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ അല്ല, ഇനി എപ്പോഴത്തെയും വെയിറ്റ് ലോസുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കാര്യം നമ്മളിപ്പോൾ ഡയറ്റ് എന്നൊക്കെ പറയുന്ന രീതി ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി വരുന്നതുകൊണ്ടാണ് ഞാൻ ആ ചേഞ്ചസ് അനുസരിച്ച് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാന്ന് ഞാനും വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ ഈ കൊല്ലത്തിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മസ്റ്റായിട്ട് ഒഴിവാക്കിയിരിക്കണം. ഞാൻ കുറേ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മുടെ വെയിറ്റ് ലോസിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി, ഞാൻ എൻ്റെ 11 കിലോ കുറച്ചപ്പോഴത്തേക്കും എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെയാണ് ഞാൻ ആ 11 കിലോ കുറച്ചതും. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. അതാണ് എനിക്കൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് 16/8 എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെത്തേഡാണ്. അതെനിക്ക് എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 0 കാലറിയാണ്. ഈ 0 കാലറിക്കകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ കുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലറി നമ്മൾ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. കാലറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും കുക്ക് ചെയ്ത് നമ്മൾക്ക് ഉപ്പ് നോക്കിയല്ലേ പറ്റുള്ളൂ അങ്ങനെ. പക്ഷെ എങ്കിലും ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 0 കാലറിയാണ്. അതിനകത്ത് നമ്മൾ ഈ ചായ കാപ്പി വിത്ത് മധുരം കുടിക്കാനായിട്ട് പാടില്ല. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. തേന്, ബട്ടർ മിൽക്ക്, വെറും പാല്, പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് അതൊന്നും കുടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആകെ കുടിക്കേണ്ടത് പ്ലെയിൻ വാട്ടർ കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം. ഇത്രയും മാത്രമേ കുടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കുടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാലറി ഉണ്ടാവുന്ന ഫുഡൊന്നും ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോൾ കുടിക്കാനോ കഴിക്കാനോ പാടില്ല. ഇതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യം. ഓവർ ഈറ്റിംഗ്. നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മനസ്സിലെന്താ, ഇത്രയും നേരം 16 മണിക്കൂർ എൻ്റെ വയറിനകത്ത് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വലിച്ചു വാരി കഴിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. എനി ടൈം എന്തും കഴിക്കാം എന്നുള്ളതല്ല
കഴിക്കാം. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഇൻ കേസ് ചീറ്റ് എടുക്കുന്നു എന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചീറ്റ് എടുക്കാം, ഓക്കെ, അതവിടെ കഴിഞ്ഞു. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകരുത്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഗ്യാപ്പിന്റെ ഉള്ളിൽ നമ്മൾ പ്രോപ്പർ മീൽ എടുത്ത് കഴിക്കേണ്ടത് മാത്രം കഴിച്ച് കഴിക്കേണ്ട ടൈമിൽ മാത്രം കഴിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും. റിസൾട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്ലോ റിസൾട്ടാണ് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ എന്തും കഴിക്കാം എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുപോവാം. പക്ഷെ നമുക്ക് കറക്റ്റ് റിസൾട്ടാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. മാക്സിമം അല്ല, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഈറ്റിംഗ് വിൻഡോ എടുത്ത് ഒരുപാട് ചോറ്, അതിൽ കുറേ ഫ്രൈഡ് ഐറ്റംസ്, പിന്നെ ബേക്കറി ഐറ്റംസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പോർഷൻസ് കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാനായിട്ട് ട്രൈ ചെയ്യേണ്ടത്. പ്രോട്ടീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കാബ്സ് മാത്രം എടുത്താൽ പോലെ ഈ കാബ്സിന്റെ കൂടെ പ്രോട്ടീൻ എടുക്കുക. എന്റെ വെയിറ്റ് ലോസ് കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ എന്റെ പ്ലേറ്റിൽ പ്രോട്ടീനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്റെ വെയിറ്റ് ലോസിൽ അല്ലെങ്കിൽ എന്റെ ലഞ്ച് ഞാൻ കഴിക്കുന്നത്. ഡിന്നർ ടൈമിൽ മാക്സിമം ഞാൻ കുറച്ച് ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിലും കഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത്. പ്രോട്ടീനിന്റെ കൂടെ കാബ്സും കൂടെ ചേർത്തിട്ട് കഴിക്കാം. മുട്ട, പയറ്, പിന്നെ ചിക്കൻ, മീന്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടി ആഡപ്പ് ചെയ്തിട്ട് വേണം കഴിക്കേണ്ടത്. ഒരിക്കലും പ്രോട്ടീൻ മിസ്സാക്കാൻ പാടില്ല. പ്രോട്ടീൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ആയത് കൊണ്ട് തന്നെ നമുക്ക് വിശക്കാൻ ചാൻസ് ഉണ്ട്. ആ വിശപ്പിലൂടെ നമ്മുടെ മസിൽ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മസിൽ ലോസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മീൽ എടുക്കുക. പ്രോട്ടീനും കൂടി ചേർത്തിട്ട് വേണം മീൽ എടുക്കേണ്ടത്. വെള്ളം കുടിക്കുക, വെള്ളം കുറച്ച് കുടിക്കുക എന്നുള്ള ഒരു കാര്യം. വെള്ളം കുടിക്കാതിരിക്കരുത്, കാരണം നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ലോസിന് ഫാസ്റ്റിംഗ് സമയത്ത് വെള്ളം കുടിക്കുക, മാക്സിമം വെള്ളം കുടിക്കാൻ പറ്റുന്നത്ര വെള്ളം കുടിക്കുക. നൈറ്റ് മാത്രം 8 മണിക്കുള്ളിൽ കുടിച്ച് കഴിയേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എണീറ്റ് ബാത്റൂമിൽ പോകാനും പിന്നെ രാവിലെ നമ്മുടെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 8 മണിക്കുള്ളിൽ എല്ലാം കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഫാസ്റ്റിങ്ങിന് മുന്നേ നമ്മൾ വെള്ളം എല്ലാം കുടിക്കണം. വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കരുത്. എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് വീണ് പോകുന്നതുകൊണ്ട് വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. നമ്മുടെ ദാഹത്തെ നമ്മൾ കണ്ടില്ല നടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വിന്റർ ടൈമും കൂടിയാണ്, അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിരിക്കണം. വിന്റർ ടൈം ആവുമ്പോൾ നമ്മുടെ എപ്പോഴും ബാത്റൂമിൽ പോകാതുകൊണ്ട് വെള്ളം കുടിക്കേണ്ടെന്ന് കരുതും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്, വെള്ളം മസ്റ്റായിട്ട് കുടിച്ച് ഇരിക്കണം. ജങ്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഫാസ്റ്റിംഗ് അല്ലേ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ നമ്മൾ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് അതും കൂടി ചേർത്ത് ഒരുപാട് കഴിക്കാം എന്ന് വിചാരിച്ച് ഫുഡ് ഒരുപാട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ആ സമയത്താണ് നമ്മൾ ഇന്നലെ കഴിച്ചില്ലല്ലോ, ഇന്നൊരു ജങ്ക് കഴിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല, ഇന്നൊരു ജങ്ക് കഴിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല. അതെ, പ്രശ്നമില്ല. നാളെയും അതുപോലെ ഒരു ജങ്ക് കഴിച്ചെന്നും പറഞ്ഞ പ്രശ്നമില്ല, പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ ജങ്ക് കഴിച്ചാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡി എനർജി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 8 മണിക്കൂർ നമ്മൾ ആ 8 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ കഴിച്ചോ ആ കഴിച്ചതാണ് ബാക്കിയുള്ള ഈ 16 മണിക്കൂറിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ജങ്കാണ് എടുക്കുന്നെങ്കിൽ ആ ജങ്ക് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് വേണം നമ്മൾ ആലോചിക്കാൻ. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആ ടൈമിൽ ജങ്കാണ് എടുക്കുന്നെങ്കിൽ നമുക്ക് എന്തായാലും ഫാറ്റ് ഉണ്ടാവും. ഷുഗറാണ് എടുക്കുന്നതെങ്കിൽ ഷുഗറിന്റെ കാര്യങ്ങൾ കൂടുതലും ഫാറ്റ് ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട് ആ സമയം. അതുകൊണ്ട് ജങ്ക് കഴിക്കുന്നെങ്കിൽ നമ്മൾ ഉടനെ ഈറ്റിംഗ് വിൻഡോ നമ്മൾ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ജങ്ക് കഴിക്കാതിരിക്കുക. കഴിക്കുന്നെങ്കിൽ ഒരു ഈവനിങ് കുറച്ച് മാത്രം ഒന്ന് കഴിച്ച് അതങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വിട്ട് കളയുക. അല്ലാതെ ഒരുപാടൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ ലേറ്റ് നൈറ്റ് നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഉണ്ടാകുകയും അതിലൂടെ ഫാറ്റ് സ്റ്റോർ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാറ്റ് ലോസിന്റെ ടൈം നമ്മൾ ഈ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ പ്രോസസ്സും കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നല്ല സ്ലീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് നമുക്ക് ഭയങ്കര കുറവായിട്ട് മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്റെ വെയിറ്റ് കുറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ക ഒരു 7 to 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് മാക്സിമം ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ കാര്യം മറക്കാതിരിക്കുക. ഒരിക്കലും ഉറക്കം എന്ന് പറയുന്ന കാര്യം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ
ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഹെവി വർക്കൗട്ട്സ് ചെയ്യാൻ പാടില്ല. ഡെയിലി ഹെവി വർക്കൗട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാര്യം നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിലാണ്, നമ്മുടെ ബോഡി ഒരുപാട് അങ്ങ് ഡെയിലി ഹെവി ചെയ്യുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. നമ്മുടെ ഡയറ്റ് ഒരു സൈഡ്, ഒരു വലിയ പോർഷൻ ഡയറ്റ്, ഇത്ര പോർഷൻ, ഒരു കുഞ്ഞു പോർഷൻ, കുഞ്ഞെന്നല്ല, ഇപ്പോൾ 1% എടുക്കുകയാണെങ്കിൽ അതിൽ 3/4 ഡയറ്റും 1/4 വർക്കൗട്ട് പോലെ വേണം എടുക്കാൻ. ഈക്വൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ വേണം എടുക്കാൻ. ഇതുപോലെ എടുത്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഹെവി HIIT വർക്കൗട്ട്, പിന്നെ കാർഡിയോ, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള കാർഡിയോ വർക്കൗട്ട്സ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ആ സമയത്ത് എന്ന് വെച്ചാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുത് നടത്തം, ത്രെഡ്മില്ല്, സൈക്ലിങ്, പിന്നെ കുഞ്ഞു ആപ്സിനുള്ള കുഞ്ഞു വർക്കൗട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലാത്ത പക്ഷം ഹെവി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വയ്യാണ്ടാകുന്നത് പെട്ടെന്നായിരിക്കും. ഓക്കെ. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എല്ലാവർക്കും സ്യൂട്ട് ആകില്ല, എല്ലാവരെയും ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ആവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് യൂസ് ആകാത്ത ആൾക്കാരുമുണ്ട്. പ്രഗ്നന്റ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവര്, ഡയബറ്റിക്സിന് മെഡിസിൻ എടുക്കുന്നവര്, പിന്നെ തൈറോയ്ഡ് ഭയങ്കര സിവിയർ ആയിട്ട് പ്രോബ്ലം, നോർമൽ കേസിൽ സിവിയർ ആയിട്ടുള്ളവരുണ്ട്. നോർമൽ കേസ് ആണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എടുക്കുക. അപ്പം തൈറോയിഡ് സിവിയർ ആയിട്ടുള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ പറയുന്നത് വെച്ചാൽ ഈറ്റിംഗ് ഡിസോർഡർ ഹിസ്റ്ററി ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളവർ നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വാട്ടെവർ ചില നമുക്ക് തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിലപ്പോൾ നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സിഗ്നൽസ് പുറത്ത് തരുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന്റെ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കണം. നമുക്ക് ഒട്ടും വയ്യ, എത്ര ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് 1-2 ദിവസം കഴിഞ്ഞിട്ട്, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ശരീരം സ്യൂട്ടാവും. അപ്പൊ എന്നിട്ട് സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പൊ ബോഡി സിഗ്നൽ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഉപ്പ് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം, ഉപ്പ് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. വെച്ചാൽ 0 സോൾട്ട് ഡയറ്റ്, ഉപ്പ് എടുക്കാതെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അയഡിന്റെ കണ്ടന്റ് ഒക്കെ ഉപ്പിൽ നിന്നാണ് കിട്ടുന്നത്, അത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് കാര്യം, ഞാൻ ഇന്ന് 16/8 എന്നുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു. നാളെ 1 മീൽ എ ഡേ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റിംഗ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മറ്റന്നാന്ന് പറഞ്ഞാൽ നോ ഫാസ്റ്റിംഗ് എടുത്തു. ഇങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള ഡയറ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വേറെ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കുക. ഒരു മെത്തേഡ് തന്നെ 16/8 ആണെങ്കിൽ 16/8 തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോവുക. അല്ലാതെ വേറെ മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുന്നത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഷുഗർ ഇൻടേക്ക് കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ടൈമില് നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടുള്ള കാര്യം. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കേട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഇതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെറിയ മിസ്റ്റേക്സ് ഇതിൽ വേണമെങ്കിൽ ചെയ്യാറുണ്ട്. ഈ സ്ട്രിക്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യമില്ലാതെ എല്ലാം അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. അതിൽ ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ട്. അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് ചെയ്യേണ്ടാത്തത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും